ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഐസ്ക്രീമിനേക്കാളും അടിപൊളി ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയ ഒരു ഐസ്ക്രീം എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോയുമായിട്ടാണ്. ഇതിന് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. മാംഗോ ഐസ്ക്രീമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം വേണ്ടത് പഴുത്ത മാങ്ങയാണ്. നന്നായിട്ട് പഴുത്ത മാങ്ങ കഷ്ണങ്ങളാക്കിയത് 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അടിച്ചെടുക്കാൻ. നമുക്ക് ഐസ്ക്രീമിന് ആവശ്യമുള്ള മധുരം വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങയുടെ മധുരം പോരാ, എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, മാങ്ങയുടെ മധുരം മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യുക. ഇതിന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീമാണ്. ഇത് ഒരു 3/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് 3/4 കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബീറ്റർ തന്നെ വേണം എന്നില്ല. ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ കേക്കിനാക്കി എടുക്കുന്നത് പോലെ സ്റ്റിഫ് പീക്ക് ആവുന്നത് വരെ ഒന്നും ബീറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് അതൊന്ന് തിക്കായി ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ മാത്രം ഒന്ന് ആക്കിയെടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ വേണം ആക്കിയെടുക്കാൻ. ചെറുതായിട്ടൊന്ന് പത പോലെ ആയി വരണം. ഞാനത് ബീറ്റർ വെച്ച് 5 മിനിറ്റ് പോലും തികച്ച് ബീറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു 3 മിനിറ്റ്സ് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തപ്പോഴേ നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് നമുക്ക് ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാംഗോയുടെ പൾപ്പ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മധുരം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഞാനിതിൽ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു മധുരത്തിൽ തന്നെ, മാങ്ങയുടെ മധുരത്തിൽ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ക്രീമിനും ഒരു ചെറിയ മധുരം ഉണ്ടാകും. കൂടാതെ ഞാൻ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തതുകൊണ്ട് അതിൻ്റെ ഒരു മധുരവും ഉണ്ട്. അപ്പോൾ അത്ര തന്നെ മധുരത്തിലാണ് ചെയ്യുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. പിന്നെ സെറ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രം മതി. ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയ മാങ്ങയുടെ പീസസും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് മാങ്ങയും കൂടി ഒന്ന് കടിക്കാൻ കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ പീസസ് ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു മിക്സ് ചെയ്ത് ആ ഒരു മിക്സ്ചർ നമുക്കൊരു ടിന്നിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒഴിച്ച് വെക്കാം. ഞാനൊരു പഴയ ഐസ്ക്രീമിൻ്റെ തന്നെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. കയ്യിലുള്ള പാത്രം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാംഗോ പ്യൂരിയാക്കി വെച്ചതിൽ നിന്ന് ഒരു 2 സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് ക്രീമിലേക്ക് ഇട്ടിട്ടില്ലായിരുന്നു. അത് നമ്മൾ ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ഡബിൾ ഷെയ്ഡായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു കമ്പി വെച്ചിട്ട് ഞാൻ എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ആദ്യം ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഇട്ടിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ അതിൻ്റെ ഇടയിൽ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഉണ്ടാകാതിരിക്കുന്നതിനും വെള്ളം ഇറങ്ങാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം ഇനി ഒരു ഐസ്ക്രീം പാത്രത്തിൻ്റെ അടപ്പിട്ടിട്ട് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ ഓവർനൈറ്റ് വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ്. നമ്മൾ എടുത്ത ഉടനെ സ്കൂപ്പ് ചെയ്യുന്നതിനേക്കാളും ഒരു 5 മിനിറ്റ് വെച്ച് ഒന്ന് കഴിഞ്ഞതിന് ശേഷം സ്കൂപ്പ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിതിപ്പോൾ എടുത്ത ഉടനെ തന്നെ സ്കൂപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കടയിൽ നിന്നും മേടിക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റ് എന്ന് തന്നെ പറയാം. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. മധുരം കൂട്ടിയോ കുറച്ചോ ഒക്കെ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.